ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതും അതേസമയത്ത് നമ്മുടെ ഗാർഡനിൽ ഒരു ഗ്രാൻഡ് ലുക്ക് തരുന്നതുമായ കുറച്ച് ചെടികളാണ് ഫെലോഡെൻഡ്രം. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് അത്രയധികം ശ്രദ്ധയും ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊരു 3-4 ഫെലോഡെൻഡ്രം വെച്ച് പിന്നെ കുറച്ച് ചെടികളും വെച്ചാൽ തന്നെ ഒരു ഗാർഡൻ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫെലോഡെൻഡ്രം ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമുക്ക് ഫെലോഡെൻഡ്രം ഡൊമസ്റ്റിക്കം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇതൊരു കുഞ്ഞു പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ചെറിയൊരു കട്ടിങ്സ് വെച്ചാൽ മതി. ഇത് നിറഞ്ഞ് പോട്ടിൽ നിറയെ വരുന്നതാണ്. ഇതിന് വേറൊരു വളപ്രയോഗമോ കൂടുതലായിട്ട് ഒന്നും ആവശ്യമില്ല. ആ നട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു പോട്ടിങ് മിക്സിൽ വെച്ച് കൊടുത്താൽ തന്നെ ഇത് നന്നായിട്ട് വളരും. പിന്നെ വെള്ളം ഇതിന് ഡെയിലി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് റൂട്ട് ബൗണ്ട് ആവുന്ന ഒരു ചെടിയാണ്. റൂട്ട് ബൗണ്ട് ആയിക്കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് വാട്ടം സംഭവിക്കും. പിന്നെ ഇതിൻ്റെ ഇല ഒരു മഞ്ഞ കളറ്, ഇതുപോലെ ഒരു കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. ഇത് കണ്ട കളർ ഫെയ്ഡായി. ഇത് ഒരു വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ് ഇങ്ങനെ. പിന്നെ വലിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് നിറഞ്ഞ് നല്ല ഭംഗിയിൽ ഞാൻ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ ഞാനൊരു പരീക്ഷണാർത്ഥം കുഞ്ഞു പോട്ടിൽ വെച്ചതാണ്. ഇത് എല്ലാവരും വെള്ളത്തിൽ വെക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളത്തിൽ വളരുന്നുണ്ട് ഈ ചെടി. ഇത് ഫെലോഡെൻഡ്രം ഡൊമസ്റ്റിക്കം വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല കണ്ടോ, ശരിക്കും മെച്ചുറായിട്ടുള്ള ഒരു ഫെലോഡെൻഡ്രം പ്ലാന്റിൻ്റെ ഇല നല്ല വീതിയിലും നീളത്തിലും വളരും. കണ്ട, ഇതിനൊരു ഭയങ്കര തിളക്കമാണ്. നല്ലൊരു തിളക്കത്തിൽ ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നുണ്ട്. ഇത് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. ക്ലൈംബർ ടൈപ്പ് പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് ഞാനൊരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെ പിടിച്ച് കെട്ടാൻ വേണ്ടി. പക്ഷേ ഇത് സ്റ്റിക്കിന് നല്ലൊരു ഉറപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണാനും ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇത് കണ്ട, ഈ ഇലയുടെ ഒരു ഉയരം കണ്ട, എന്തൊരു ഉയരത്തിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഇല. ഇതിനെല്ലാം ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. ശരിക്കും അതിൻ്റെ മേൽമണ്ണ് ശരിക്കും ഡ്രൈ ഔട്ട് ആയതിന് ശേഷം മാത്രം ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എപ്പോഴെപ്പോഴും ഇതിന് വെള്ളം അങ്ങനെ ഡെയിലി ആവശ്യമില്ല. പിന്നെ പൊതുവേ ഇത് ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. അത് നല്ലോണം ഓർക്കണം എല്ലാവരും. ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. ഇത് വെയിലത്ത് വെച്ചാൽ നാശമായിപ്പോവും. ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇത്. ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു പ്ലാന്റ്. ഇത് ശരിക്കും ഇതിൻ്റെ ഇല ഒരു ആരോ ഹെഡഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ വളരുന്നത്. കണ്ടോ, ഇതിങ്ങനെ നിറഞ്ഞു ചെറിയൊരു കുഞ്ഞു തൈ കൊണ്ട് വെച്ചതാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഒരു വളപ്രയോഗം ഇതിന് നടത്തിയിട്ടില്ല. ഇത് അങ്ങനെ തന്നെ നിറഞ്ഞു വന്നതാണ്. വെള്ളം മാത്രം കൊടുക്കും, വേറൊന്നും ഞാൻ വളപ്രയോഗം നടത്തിയിട്ടില്ല ഇതിന്. ഇതും അതേ വിഭാഗത്തിൽപ്പെട്ട തന്നെ ഡൊമസ്റ്റിക്കം വിഭാഗം. അത് ഫെലോഡെൻഡ്രം ഡൊമസ്റ്റിക്കത്തിലുള്ള വേറൊരു ചെടി. ഇത് ഇപ്പോൾ ഈ മഴക്കാലം വന്നപ്പോൾ ഇതിൻ്റെ ഇല പുഴു തിന്നതാണ്. അത് ഞാൻ കാണുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. പുഴുവിനെ ഞാൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അത്രയും ഭാഗം തിന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. ഇല എപ്പോഴും നമ്മൾ ഒരു പുഴു തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇലക്കൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് പുഴുക്കളൊന്നും തിന്നാതെ നമ്മൾ സംരക്ഷിക്കണം ഇതിനെ. ഇത് കണ്ട, ഇതിലെല്ലാം പുഴു വന്നുപോയി മഴക്കാലമായതുകൊണ്ട്. ഇതൊരു ചെടി വെള്ളത്തിൽ വെക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. ഞാൻ കണ്ട് ഉള്ളിൽ വെച്ചാൽ നല്ല രസമാണ്. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിങ്ങും രണ്ടും ദോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറമോ ബ്രൗൺ കളറോ ഒക്കെ ആയിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ പ്ലാന്റ് എല്ലാവരുടെ അടുത്തുള്ള ഒരു പ്ലാന്റാണ്. ഫെലോഡെൻഡ്രം സെയ്ലോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ഇലകൾക്ക്. ഇത് പെട്ടെന്ന് വളരുന്ന ചെടിയാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു കളറിൽ നല്ല ഭംഗിയിൽ വരും ഈ ചെടി. പിന്നെ ഇതൊരു ക്ലൈംബറാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ക്ലൈംബർ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഇത് പോട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഈ സ്റ്റെമ്മ് ഞാൻ പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വെച്ച് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ഇത്രയും ഉറപ്പിൽ ഇത് നിൽക്കില്ല. ഈ ചെടി പടർന്ന് കയറുമ്പോഴത്തേക്കും ഇതൊരു ഭാഗത്തേക്ക് ചാഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പോട്ടിൽ മണ്ണ് നിറക്കുന്ന സമയത്ത് തന്നെ സ്റ്റെം ആദ്യം വെച്ച് കൊടുക്കണം. അതിന് ശേഷം മണ്ണ് നിറക്കുക.
ഇത് ഈ സ്റ്റെമ്മിന് മേലേക്ക് വളർന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതിനെ ഒന്ന് ബുഷിയാക്കണമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഞാൻ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഞാൻ ഇതിനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെ ഈ നോഡ് ഇത് കണ്ട, ഇതിൻ്റെ നോഡുണ്ട് ഇവിടെ, ഇതാ ഈ നോഡുണ്ട്. ഈ നോഡിൻ്റെ ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ മേലേക്ക് വളർത്തേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഈ നോഡിൽ നിന്നെല്ലാം പുതിയ കിളിർപ്പ് വരും, പുതിയ തൈകൾ വന്ന് ഇത് കുറച്ചും കൂടി ഒരു ബുഷിയായിട്ട് നിൽക്കും. ഇതിനെ നമുക്കിനി കട്ട് ചെയ്ത് ഇവിടുന്നെല്ലാം കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. ഇതാ കണ്ട, ഇതിൽ വേരുണ്ട്. ഇങ്ങനെ നമ്മൾ മണി പ്ലാന്റ് നടുന്ന പോലെ തന്നെ ഇത് നടാം. ഇതുപോലെ തന്നെ ഇതാ കണ്ട, ഇതിൻ്റെ വേര് ഈ മണി പ്ലാന്റ് നടുന്ന പോലെ തന്നെ നമ്മൾ ഇത് ഹാങ്ങിങ്ങിൽ വരെ ഞാൻ നട്ടിട്ടുണ്ട്. ഇത് ഫെലോഡോണ്ടത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നല്ല ഡിസൈനായിട്ടുള്ള ഇലയാണ്. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ ഇൻഡോർ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് സാധാരണയായി വെക്കാറുണ്ട്. ഞാനിത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഞാനിത് ഇൻഡോറിൽ വെച്ചിട്ടുണ്ടായതാണ്. ഞാൻ മാറ്റി പോട്ടിലേക്ക് ആക്കിയിട്ടേ ഇല്ല ഇതിന്. പിന്നെ സെൽഫ് വാട്ടറിങ് പോട്ടിലൊക്കെ വെച്ചാൽ പിന്നെ സൗകര്യമായി, നമുക്ക് പിന്നെ അതിനെ വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി. അപ്പോൾ അധികമൊന്നും പരിചരണവും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയുള്ള ഇലകളും വലിയ വലിപ്പമുള്ള ഇലകളും തരുന്ന ചെടിയാണ് ഫെലോഡെൻഡ്രോൺ. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ട് അലങ്കരിക്കാനും ഇൻഡോർ അലങ്കരിക്കാനും ഒക്കെ നമുക്ക് ഈ ഫെലോഡെൻഡ്രോൺ ചെടി ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.